നാലാം സങ്കീർത്തനം വാക്യം നാലാം സങ്കീർത്തനം വിശ്വസിക്കുന്നു. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം നൽകണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യഹോവ തന്നെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നീതിയായങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. വായിക്കാം. ഞാനും വീണപ്പോൾ അവർക്കുണ്ടായതിന്റെ വലിയ സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമ്മേളനത്തോടെ സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു സാഹചര്യം നീ എനിക്ക് ഒരുക്കി തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ പകൽക്കാലത്തെ ആരാധനയ്ക്ക് ശേഷം സന്ധ്യാവേളയിൽ ദൈവത്തിന്റെ നാമത്തിൽ കടന്നു വരുവാനും അവനെ ആരാധിപ്പാനും അല്പസമയം വചനത്തിൽ ധ്യാനിക്കുവാനൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ആയുസ്സിനെയും ആരോഗ്യം തന്നവർക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നാലാം സങ്കീർത്തനം എന്ന് വായിക്കുമ്പോൾ ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചൊരു വിഷയമുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥനകളെ കേൾക്കുന്നു? എന്തുകൊണ്ട് ദൈവം, ഞാൻ യോഗ്യനല്ലാഞ്ഞിട്ടും ഞാൻ ഒരു അർഹതയില്ലാഞ്ഞിട്ടും ദൈവം എന്നെ നടത്തുന്നു? ദിനംപ്രതി ദൈവം എന്നെ ആക്കി തീർക്കുന്നു. എൻ്റെ ഹിതത്തിനല്ല, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ ഹിതം നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അതിലുപരിയായി ഏറ്റവും നല്ലതായി നടക്കണമെന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നല്ലതായി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം പ്രകാരം നടക്കുന്നുണ്ട് ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ദൈവത്തോട്, എന്തുകൊണ്ട് ഞാൻ യോഗ്യനല്ലാഞ്ഞിട്ടും അർഹനല്ലാഞ്ഞിട്ടും എന്തുകൊണ്ട് നല്ലത് എന്റെ ജീവിതത്തിൽ നടക്കുന്നു? അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്തുകൊണ്ട്? ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവം എന്റെ മനസ്സിൽ തന്നൊരു വാക്യമാണ്. ഹല്ലേലൂയ. നാലാം സങ്കീർത്തനത്തിന്റെ മൂന്നാം വാക്യം, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവിൻ. ഹല്ലേലൂയ. യഹോവ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ യോഗ്യതയുള്ളവനായിട്ടല്ല, ഞാൻ കഴിവുള്ളവനായിട്ടല്ല, എനിക്ക് പറയുവാൻ ഒന്നും എന്റെ ജീവിതത്തിലെങ്കിലും ഹല്ലേലൂയ ഒരു ഭക്തനെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ കഴിവുകളെ നോക്കിയിട്ട്, ഹല്ലേലൂയ, അവന്റെ ഉയർച്ചകളെ നോക്കിയിട്ട്, അവന്റെ സാഹചര്യങ്ങളെ നോക്കിയിട്ട് അവനെ ഹല്ലേലൂയ ഒരു ഭക്തനായ എന്ന കോഴിത്തിലേക്ക് ഒന്ന് മാറ്റി തീർക്കുകയല്ല ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരുവനെ കണ്ടുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ഒരുവനെ കണ്ടുവെങ്കിൽ അവനെ മാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒന്നാം വാക്യത്തിന് പ്രകാരം പറയുന്നു, എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം പറയണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് വിശാലത വരുത്തിയിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ എന്റെ ദൈവം എനിക്ക് വിശാലത വരുത്തണമെന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ ദൈവം എനിക്ക് വിശാലത വരുത്തുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ദൈവം. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ എന്റെ ദൈവം എന്തുകൊണ്ട് എനിക്ക് വിശാലത വരുത്തി തന്നു? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം എന്നെ എന്തുകൊണ്ടാക്കി തീർത്തു? ഹല്ലേലൂയ. ഓരോ ചോദ്യവും ഞാൻ ജീവിതത്തിൽ എന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിനൊറ്റ ഉത്തരമേ എനിക്ക് കിട്ടിയുള്ളൂ. നാലാം സങ്കീർത്തനത്തിന്റെ മൂന്നാം വാക്യം ഞാൻ വീണ്ടും വായിക്കുകയാണ്, യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. ഇന്ന് സന്ധ്യാവേളയിൽ ചിന്തിക്കട്ടെ. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുന്നു എന്നൊരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ അതിനൊറ്റ ഉത്തരമേ എനിക്ക് പറയാനുള്ളൂ, ദൈവം ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, അവൻ ഭക്തനെ വേർതിരിച്ചിരിക്കാൻ ഹല്ലേലൂയ സകല കഷ്ടങ്ങളുടെ നടുവിലും, സകല ദുഃഖങ്ങളുടെ നടുവിലും, പ്രയാസങ്ങളുടെ നടുവിലും ഹല്ലേലൂയ സന്തോഷമുള്ള ഒരു സങ്കീർത്തനക്കാരനെ ആക്കി തീർത്തതുപോലെ ഹല്ലേലൂയ ഈ സന്ധ്യാവേളയിൽ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ വന്നൊരു സന്തോഷമുണ്ട്. എന്താണെന്ന് അറിയുമോ? ഈ ലോകത്തിനുള്ളത് ഒന്നും തരുവാൻ പറ്റുന്നതല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ലോകത്തിനുള്ളത് എന്നെ ഉയർത്താൻ പറ്റുന്നതിന് അപ്പുറമായി ഹല്ലേലൂയ എന്നെ ദൈവം ഉയർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ വ്യക്തിപരമായി സംസാരിച്ച വാക്യമാണ്, യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നതല്ല. ഹല്ലേലൂയ ഈ ലോകത്തിലെ സമ്പന്നന്മാർക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നതല്ല പറയുന്നത്. ഹല്ലേലൂയ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നതല്ല പറയുന്നത്. ഹല്ലേലൂയ ദൈവം വേർതിരിച്ചിരിക്കുന്നത് തനിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എത്രപേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. നമ്മളെ എന്തിനാണ് ദൈവം വേർതിരിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ഹല്ലേലൂയ
എന്തൊക്കെ എന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വെച്ച് കടന്നു വന്നാലും അതിന് ചില പരിമിതികളുണ്ട്. ഹല്ലേലൂയ. കാരണം ഞാൻ നിൽക്കുന്നത് ഒരു പ്രത്യേക ദൈവത്തിന്റെ കൃപയിലാണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഒരു പ്രത്യേക അത്ഭുത പ്രകാശത്തിലാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ച് അതിന്റെ നടുവിൽ ഞാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്ന ഒരു പുതിയ പ്രകാശത്തിന്റെ നടുവിൽ ഞാൻ നിൽക്കുമ്പോൾ, ഒരു പ്രത്യേക ദൈവത്തിന്റെ കൃപയെ ഞാൻ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഈ ഭൂമിയിലുള്ളതിനെ എന്നെ അധികമായി ബാധിക്കാൻ കഴിയുകയില്ല. കാരണം നിൽക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൃപയിലാണ്. കഴിഞ്ഞ നാളുകളിൽ എന്റെ ദൈവം തന്റെ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു പറയുന്നത് പോലെ എന്റെ ദൈവം എന്നെ വേർതിരിച്ചിരിക്കാൻ എന്നെ ഒന്നും ബാധിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നോട് സംസാരിച്ച ഭാഗമാണ് ഇന്ന് പലകാലം. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ കഷ്ടതകളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും ഞെരുക്കത്തിന്റെ നടുവിലും എനിക്ക് വിശാലത വരുത്തി. ഹല്ലേലൂയ. എനിക്ക് വിശാലത വരുത്തി ഒരു കാര്യമേ ഉള്ളൂ, അവന്റെ ഭക്തനെ ദൈവം തനിക്ക് വേണ്ടി